അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. മാജിക് ഓഫ് സെൻസസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്മളെ 5 സെൻസ് ഓർഗനെ പറ്റിയിട്ടാണ്. സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഒരുപാട് ബോഡി പാർട്സ് ഉണ്ട്. പക്ഷെ അതിൽ 5 ഓർഗനെ മാത്രമാണ് നമ്മൾ സെൻസ് ഓർഗനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ 5 സെൻസ് ഓർഗന്. ഏതൊരാൾക്കും ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ജസ്റ്റ് ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇവിടെ കുറച്ച് ജീവികളുണ്ട്, അതായത് കുറച്ച് ക്രിയേച്ചേഴ്സ്. അപ്പോൾ ആ ക്രിയേച്ചേഴ്സ് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതായത് ഈ ഓരോ ജീവികൾക്കും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും. ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. അപ്പോൾ അതുപോലെ ഓരോ ജീവികൾക്കും പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കഴിവിന് അവർ ഏത് ഓർഗനാണ്, ആ എബിലിറ്റിക്ക് ഏത് ഓർഗനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, നമ്മളെ ഡോഗ് എന്താ പറയുന്നതെന്ന് നോക്കാം. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്. ചെറിയ സൗണ്ട് പോലും എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഇനി നമ്മളെ ഈഗിൾ, ഐ ക്യാൻ സീ ദ പ്രേ ഈവൻ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. ദൂരെയുള്ള സാധനം വരെ എനിക്ക് കാണാൻ പറ്റും. ബട്ടർഫ്ലൈ, ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റസ് യൂസിങ് മൈ ലെഗ്സ്. എൻ്റെ കാല് വെച്ചിട്ടാണ് ഞാൻ ടേസ്റ്റുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ബിയർ, ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ഫൈൻഡസ്റ്റ് ഓഫ് സ്മെൽസ്. അതായത് ചെറിയ സ്മെല്ല് പോലെ എനിക്കറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ക്രൊക്കോഡൈൽ, ഈവൻ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് റോക്ക്. പാറനെ പോലെ ഹാർഡാണ് എൻ്റെ ശരീരം. ഐ വിൽ നോ വെറെവർ ടച്ച്ഡ്, ബട്ട് എന്നാലും എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ എനിക്കതറിയാൻ പറ്റുമെന്നാണ് ക്രൊക്കോഡൈൽ പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് കോളം ക്രിയേച്ചർ, സെക്കൻഡ് വൺ ഓർഗൻ, സ്പെഷ്യൽ എബിലിറ്റി. അപ്പോൾ ക്രിയേച്ചർ ഏതാണെന്ന് നോക്കുക. ഈഗിളിന് എന്ത് എബിലിറ്റിയാണ്, എന്ത് സ്പെഷ്യൽ എബിലിറ്റിയാണ്? ഫാർ സൈറ്റ്, ദൂരക്കാഴ്ച. അതിന് ഓർഗൻ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർഫ്ലൈ ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലെഗാണ് യൂസ് ചെയ്യുന്നത്. ക്രൊക്കോഡൈൽ ടച്ച്, ക്രൊക്കോഡൈലിനെ ടച്ച് ചെയ്യും പറയുന്നത് സ്കിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗൻ ഉള്ളതുകൊണ്ടാണ്. ഡോഗ് ഹിയർ ചെയ്യുന്നത്, കേൾക്കുന്നത് ഇയർ എന്നുള്ള ഓർഗൻ വെച്ചിട്ടാണ്. ഡോഗിന് വേറൊരു കഴിവും കൂടെ ഉണ്ട് കേട്ടോ. അതായത് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. സ്മെല്ല് നോസ്. ഇനി ബിയറിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി സ്മെല്ലാണ്. അത് നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗൻ വെച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓരോ ജീവികളും പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അവർക്ക് ഏത് സ്പെഷ്യൽ എബിലിറ്റിയാണ് ഉള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ്, എന്താണ് സെൻസ് ഓർഗൻ? Creatures have different types of organs that help them to understand the surroundings. These organs is called sense organs. അതായത് നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗൻസ്, അവയവങ്ങളാണ് നമ്മളെ സെൻസ് ഓർഗൻസ്. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക് 5 സെൻസ് ഓർഗൻ ഉണ്ട്. ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, സ്കിന്ന്. ഐ കണ്ണ്, ഇയർ നമ്മളെ ചെവി, നോസ് മൂക്ക്, ടങ്ക് നാവ്, സ്കിന്ന് നമ്മളെ തൊലി. അപ്പോൾ ഇതാണ് 5 സെൻസ് ഓർഗൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഈ ഒരു സെൻസ് ഓർഗനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സെൻസ് ഓർഗനും അതിൻ്റെ ഫങ്ഷൻസും അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇയർ ഫോർ ഹിയറിങ്, നോസ് ഫോർ സ്മെൽ, ഐ ഫോർ വിഷൻ ഓർ സീ ഓർ സൈറ്റ്, ഏതും വരാം കേട്ടോ. ടങ് ഫോർ ടേസ്റ്റ്, സ്കിൻ ഫോർ ടച്ച്. അപ്പോൾ ഈ 5 സെൻസ് ഓർഗനും അതിൻ്റെ സെൻസസും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ്, വെൻ ദ പൊസിഷൻ ചേഞ്ചസ്. നിങ്ങൾക്ക് കാണാം അല്ലേ, ഇവിടെ ഗോട്ടുണ്ട്, ടൈഗർ ഉണ്ട്, ഹെന്നുണ്ട്. ഇവരെ അതിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കിയാൽ കാണാം. നമ്മളെ ടൈഗറിൻ്റെത് നമ്മളെപ്പോലെ ഫ്രണ്ടിലാണ്, ഹെഡിൻ്റെ ഫ്രണ്ട് പൊസിഷനിലാണ്. പക്ഷെ ഗോട്ടിൻ്റെയും ഹെന്നിൻ്റെയും 2 സൈഡിലാണ്. ആരത് ഐസ് ഓഫ് അതർ ക്രിയേച്ചേഴ്സ് സിമിലർ ടു അവർ ഓൺ ഐസ്. നമ്മളെപ്പോലെയാണ് എല്ലാ ജീവികളെയും കണ്ണുകൾ എന്നാണ് ചോദിച്ചത്. അല്ല അല്ലേ, നമുക്കറിയാം. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മളെപ്പോലെയാണ് ടൈഗറിന്, ഹെഡിൻ്റെ ഫ്രണ്ട് പൊസിഷനിലാണ്. പക്ഷേ ഗോട്ടിനും ഹെന്നിനും 2 സൈഡിലാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അവരൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. ക്ലാസിഫൈ ക്രിയേച്ചേഴ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദയർ ഐസ്. അവരെ കണ്ണിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അവരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ദോസ് വിത്ത് ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്. നമ്മുടെ ഹെഡിൻ്റെ ഫ്രണ്ട് പൊസിഷനിലുള്ളത് ഹ്യൂമൻ ബീങ്, മനുഷ്യർ, ലയണ്, ലെപ്പേർഡ്, ഫ്രോഗ്. കുറച്ച് മാത്രം മിസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതായത് നമ്മളെപ്പോലെ ഹെഡിൻ്റെ ഫ്രണ്ട് വശത്ത്, മുൻഭാഗത്ത് കണ്ണുള്ളവരാണ്. ഇനി ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഹെഡ്. ഹെഡിൻ്റെ 2 സൈഡിലുള്ളത് റാബിറ്റ്, ഹോസ്, ഗോട്ട്, ഡിയർ. റാബിറ്റ് എന്ന് പറഞ്ഞാൽ മുയൽ, കുതിര,
ആട്, മാന്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു ജീവിനെ കണ്ട സൈഡിലാണോ ഫ്രണ്ടിലാണോ കണ്ണ് എന്നുള്ളത്. ഇനി എന്തിനാണ് നമ്മളെ ഗോഡ് അവർക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിൽ കണ്ണ് കൊടുത്തത് നമുക്കൊന്ന് നോക്കാം. ആനിമൽസ് വിത്ത് ഐസ് on the front of their heads are able to precisely understand the position and distance of the objects. This peculiarity of animals like tigers and lion help them to catch their prey. അതായത് നിങ്ങൾക്ക് കാണാം അല്ലേ, ഇവിടെ ഇതെന്താ PREY, ഇര എന്നാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ, അതായത് അവരെ ഇരനെ പിടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ടൈഗർ, ലയൺ, ലെപ്പേർഡ് ഇവരൊക്കെ റാബിറ്റ്, ഡിയർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളാണ് അവരെ ഫുഡ്. അപ്പോൾ അവർ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് അവരെ ഇര, അവരെ ഫുഡ് അതാണ്. അപ്പോൾ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടൈഗറോ ലയണൊക്കെ എന്ത് ചെയ്യും, അവർ പിന്നാലെ ഓടിയിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് അവരെ ഇരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അവരെ ഫ്രണ്ടിൽ കണ്ണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, അപ്പോൾ നമ്മളെ ഡിയറിന് അതുപോലെ റാബിറ്റിന് നമ്മളെ ഡോഗിന് ഇതിനൊക്കെ സൈഡിലാണ് കണ്ണ് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാ? ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദെയർ ഹെഡ്സ് ആർ ഏബിൾ ടു സീ ബോത്ത് ദ സൈഡ്സ്. ദിസ് ഫീച്ചർ ഹെൽപ്പ് ആനിമൽസ് ലൈക്ക് ഡിയർ ആൻഡ് റാബിറ്റ് ടു എസ്കേപ്പ് ഫ്രം ദെയർ പ്രിഡറ്റേഴ്സ്. എസ്കേപ്പ് ഫ്രം ദെയർ പ്രിഡറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, പ്രിഡറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ പിടിക്കാൻ വരുന്ന നമ്മളെ ടൈഗർ, ലയൺ ഇവരെ പോലെയല്ല, അതായത് വേട്ടക്കാർ എന്ന് ഉദ്ദേശിച്ച് അവരെ പിടിക്കാൻ വരുന്നതിൽ നിന്ന് രക്ഷ നേടാൻ. ഇപ്പോൾ ഡിയറിനോ റാബിറ്റിനൊക്കെ അവരെ ആരെങ്കിലും പിടിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത് ബാക്കിലുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് രണ്ട് സൈഡിൽ കണ്ണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലയണ്, ടൈഗർ അതായത് ഹെഡിൻ്റെ ഫ്രണ്ട് പൊസിഷനിൽ കണ്ണുള്ളത് അവർക്ക് അവരെ ഇരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെ ഡിയറിനോ റാബിറ്റിനൊക്കെ സൈഡിൽ കണ്ണ് കൊടുത്തത് അവരെ പിടിക്കാൻ വരുന്നതിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനാണ്. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഇത്ര മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ജസ്റ്റ് ആ പറഞ്ഞത് തന്നെ പറയുകയാണ്. അപ്പോൾ എസ്കേപ്പ് ഫ്രം ദെയർ പ്രിഡറ്റേഴ്സും ക്യാച്ച് ദെയർ പ്രേ, ഇത് രണ്ടും കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് 3 ക്രിയേച്ചേഴ്സിനെ തന്നിട്ടുണ്ട്. അവർ പ്രത്യേകമായിട്ടുള്ള കഴിവുകളാണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പോൾ ഈ 3 ആളതും നമുക്ക് ഓരോന്ന് ചോദിച്ചിട്ട് ആരാണ് ഏതാണ് ജീവി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തരും. ഫസ്റ്റ് വൺ നമ്മളെ ക്യാറ്റാണ്. The pupil of a cat's eyes appears to constrict in the daylight and dilate to the maximum at night. Pupil means നമ്മളെ കണ്ണിലെ കൃഷ്ണമണിയാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ണിലെ കൃഷ്ണമണി ഡേ ടൈമിൽ പകൽ വെളിച്ചത്തിൽ എന്ത് ചെയ്യും? ചുരുങ്ങും. കൺസ്ട്രിക്ട് മീൻസ് ചുരുങ്ങുക. പകൽ സമയത്ത് കൃഷ്ണമണി ചുരുങ്ങും. ഡൈലേറ്റ് പറഞ്ഞാൽ വികസിക്കുക. മാക്സിമം അറ്റ് നൈറ്റ്. രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യും? അത് വികസിക്കും. പകൽ സമയത്ത് ചുരുങ്ങും, രാത്രി സമയം വികസിക്കും. ദിസ് ഹെൽപ്പ് ദ ക്യാറ്റ് ടു സീ ഈവൻ ഇൻ ലോ ലൈറ്റ്. ഇത് കാരണം നമ്മളെ ക്യാറ്റിന് ചെറിയ മങ്ങിയ വെളിച്ചത്ത് പോലും കാഴ്ച ഉണ്ടാവും. എ ക്യാറ്റ്സ് ഹൈ ആസ് എ ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ്. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ഷൈനിങ് ഓഫ് ദെയർ ഐസ് അറ്റ് നൈറ്റ്. ദ ഐസ് ഓഫ് മെനി ആനിമൽസ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ് ഹാവ് ദിസ് ഫീച്ചർ. അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം നൈറ്റ് ടൈമിൽ നമ്മളെ പൂച്ച അതുപോലെ ഫോക്സ് ഇതിനൊക്കെ നൈറ്റിൽ എന്താ കണ്ണിങ്ങനെ ഷൈൻ ചെയ്യും, തിളങ്ങും. അതെന്താണ്? അവർക്ക് ഒരു ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ, അവരുടെ കണ്ണിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്, ഒരു പ്രത്യേക കോശങ്ങളുണ്ട്. ആ കോശങ്ങളുള്ളതുകൊണ്ടാണ് അവർക്ക് നൈറ്റിൽ അവരെ കണ്ണുകൾ തിളങ്ങുന്നത്. അത് കാരണമാണ് അവരെ കണ്ണ് ഷൈൻ ചെയ്യുന്നത് നൈറ്റിൽ. ഇതുപോലെ വേറെയും ജീവികളുണ്ട്, അവർക്ക് അവരെ ഇരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റിൽ ഇങ്ങനെ കണ്ണ് ഷൈൻ ചെയ്യുന്നത്, അവർക്ക് അവരെ ഇരനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ് വൺ നമ്മൾ ഔൾ, മൂങ്ങയാണ്. മൂങ്ങയ്ക്ക് എന്താ പ്രത്യേകത? ദ ഔൾ ഹാസ് ലാർജ് ഐസ് ഡയറക്ട്ലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് ഹെഡ്. ദ ഔൾ ഈസ് ഓൾസോ ഏബിൾ ടു സീ സൈഡ്സ് ബിഹൈൻഡ് ഇറ്റ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ്സ് നെക്ക് ടു ബാക്ക്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ ഗോസ്റ്റ് ഫിലിമിലൊക്കെയാണ് നമ്മൾ മൂങ്ങനെ കാണാറില്ലേ, വലിയ ഐസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ മൂങ്ങയുടെ ഹെഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയ 2 കണ്ണുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെഡ് മൊത്തമായിട്ട് ബാക്കിലോട്ട് തിരിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഈ നിൽക്കുന്ന സമയത്തും ഹെഡ് മാത്രം ബാക്കിലോട്ട് ഫുള്ളായിട്ട് തിരിക്കാൻ കഴിയും. 360 ഡിഗ്രിയിൽ ഹെഡ് തിരിക്കാൻ കഴിയുന്ന ഒരു ക്രിയേച്ചറാണ് നമ്മളെ ഔൾ. അപ്പോൾ ഔളിൻ്റെ കേസിൽ അതാ ചോദിക്കാറ്. ക്യാറ്റിൻ്റെ കേസിൽ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത് ലോ ലൈറ്റിൽ കാണുന്നത്, അതായത് ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ പോലും നൈറ്റിൽ കാണുന്ന ക്രിയേച്ചർ ഏതാണ്? അപ്പോൾ ക്യാറ്റ് എന്ന് എഴുതണം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ കെമലിയോൺ ആണ്, നമ്മളെ മരയോന്ത്. ദ കെമലിയോൺ ക്യാൻ സിമിൾട്ടേനിയസ്ലി മൂവ് ഇറ്റ്സ് ഐസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആൻഡ് സീ അറൗണ്ട് ഇറ്റ്. ഒരേ സമയം കണ്ണുകളെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക്
അതായത് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനുള്ള കഴിവ് നമ്മളെ ക്യമലിയോണുണ്ട്. അപ്പോൾ ഒരേ സമയം പല ദിശകളിലുള്ള കാഴ്ച കാണാൻ കഴിയും നമ്മളെ ക്യമലിയോണിന്. അവളിന് ഹെഡ് മൊത്തമായിട്ട് ബാക്കിലോട്ട് തിരിക്കാൻ കഴിയും. പിന്നെ ക്യാറ്റിൻ്റെ കേസിൽ ഡേ ടൈമിൽ ചുരുങ്ങും കണ്ണിൻ്റെ കൃഷ്ണമണി, നൈറ്റ് ടൈമിൽ അത് വികസിക്കും. അതുപോലെ നൈറ്റിൽ കാണാൻ കണ്ണ് ഷൈൻ ചെയ്യാറുണ്ട്, ഷൈനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ നൈറ്റിൽ നല്ല കാഴ്ച ഉണ്ടാവും. ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ പോലും അവർക്കത് കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഐ ഡിസീസസ്, നമ്മുടെ കണ്ണിനുള്ള അസുഖങ്ങൾ. കൺജക്റ്റിവൈറ്റിസ് ചെങ്കണ്ണ്, കാട്രാക്റ്റ് മീൻസ് തിമിരം, ഗ്ലോക്കോമ, അതുപോലെ ഐ ക്യാൻസർ. ഇതാണ് കേട്ടോ ഐ ക്യാൻസറിൻ്റെ പിക്ചർ, അതായത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ ഇതൊക്കെ ഐ ഡിസീസ്, നമ്മുടെ കണ്ണിന് വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമ്മളോട് ചിലപ്പം നമ്മളെ കണ്ണിന് ഐക്ക് വരുന്ന ഡിസീസസ് ഏതെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി സിംറ്റംസ് ഓഫ് കൺജക്റ്റിവൈറ്റിസ്, അതായത് ചെങ്കണ്ണ് ആണ് എന്നുള്ളത് ആ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ. സിംറ്റം മീൻസ് ലക്ഷണങ്ങളാണ്. പെയിൻ ഇൻ ദ ഐ, കണ്ണിന് നല്ല വേദന ഉണ്ടായിരിക്കും. റെഡ്നെസ്, ചുവപ്പ് കളറായിരിക്കും. സ്വോളൻ ഐലിഡ്, കൺപോളകൾക്ക് വീക്കുണ്ടാവും. ഇച്ചിങ് മീൻസ് ചൊറിച്ചിൽ. വാട്ടറി ഐസ്, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരും. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൺജക്റ്റിവൈറ്റിസിൻ്റെ കൺജക്റ്റിവൈറ്റിസിൻ്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് മീൻസ് ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും അത് കൺജക്റ്റിവൈറ്റിസ് ആണ്, ചെങ്കണ്ണാണ് എന്നുള്ളത്. അപ്പോൾ ഐ ഡിസീസസ് നോക്കുക. അതുപോലെ ഒരു ഐ ഡിസീസാണ് നമ്മുടെ കൺജക്റ്റിവൈറ്റിസ്. അതിൻ്റെ സിംറ്റം എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ്, നിങ്ങളെപ്പോലെ ഒരു മോനാണ്, അവൻ്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ എന്തോ ഒരു ചാർട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്തോ ഒരു ചാർട്ട്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ഈ മോൻ്റെ വിഷൻ ടെസ്റ്റ് ചെയ്യാൻ, അതായത് വിഷൻ പവർ, കണ്ണിൻ്റെ കാഴ്ച ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്നാണ് പറയുക. നിങ്ങൾക്ക് കാണാമല്ലേ, ആദ്യം വലിയ അക്ഷരം പിന്നെ അക്ഷരങ്ങൾ ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ പവർ, അതിൻ്റെ പവർ അറിയാൻ ചിലർക്ക് ലോങ് സൈറ്റ് ആയിരിക്കും, ചിലർക്ക് ഷോർട്ട് സൈറ്റ് ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ ഏത് അസുഖം എന്നുള്ളത് ഈ ഒരു ചാർട്ട് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ വിഷൻ ടെസ്റ്റ് ചെയ്യുക യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്നെല്ലൻ ചാർട്ടാണ് കേട്ടോ, ഇതാണ് സ്നെല്ലൻ ചാർട്ട്. ചാർട്ട്സ് യൂസ്ഡ് ഫോർ വിഷൻ ടെസ്റ്റ്, വിഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് സ്നെല്ലൻ ചാർട്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ദർ ആർ ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇൻ ദ ചാർട്ട് കോമൺലി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഐസൈറ്റ്. The letters are arranged in such a way that the size decreases from top to bottom. This was developed by Dutch ophthalmologist ഹെർമൻ സ്നെല്ലൻ ഇൻ 1862. 1862 ഹെർമൻ സ്നെല്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മളെ സ്നെല്ലൻ ചാർട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഇതിനിട്ടിട്ടുള്ളത്, സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ദർ ആർ ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്, പല സൈസിലാണ് ഇവിടെ ലെറ്റേഴ്സ് ഉള്ളത്. അത് മുകളിൽ വലുത്, പിന്നെ താഴോട്ട് വരും തോറും അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്നെല്ലൻ ചാർട്ടിൻ്റെ പ്രത്യേകത. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതുവരെ എക്സാമിന് പ്രീവിയസ് ആയിട്ട് കണ്ടിട്ടുള്ളത് വിഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം സ്നെല്ലൻ ചാർട്ടാണ് എന്നുള്ളത്. അതാണ് ഇതുവരെ എക്സാമിനൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് കാഴ്ച ടെസ്റ്റ് ചെയ്യാനാണ്. ഇനി നമുക്കറിയാം അല്ലേ, കാഴ്ച ഇല്ലാത്ത ആളുകളുണ്ട്, അവരെ നമ്മൾ ബ്ലൈൻഡേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ബ്ലൈൻഡേഴ്സ് നമ്മളെപ്പോലെ തന്നെ അവർ എഴുതും വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് മലയാളം ലെറ്റേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബ്ലൈൻഡേഴ്സിന് എന്താണ്, അവർക്ക് കണ്ണില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അവർ ടച്ച് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ലിപി ഉണ്ട്, അതിനെ നമ്മൾ ബ്രൈലി സ്ക്രിപ്റ്റ് എന്നാണ് പറയുക. ബ്രൈലി സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണാം, നല്ല കട്ടിയുള്ള പേപ്പറിൽ ഇങ്ങനെ ഡോട്ടുകൾ പ്രൊജക്റ്റ് ചെയ്തിട്ട്, അതായത് പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഏതാണെന്നുള്ളത്. നമുക്കല്ല, ഇത് ഇപ്പോൾ നമ്മൾ സാധാരണ നോർമലി മലയാളം ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ പഠിക്കും പോലെ ഈ ബ്ലൈൻഡേഴ്സ് പഠിക്കും ഈ ഒരു ലിപി. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പോൾ ദിസ് ഈസ് എ സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ദ ബ്ലൈൻഡ് ടു റീഡ് ആൻഡ് റൈറ്റ്. നമ്മളെ ബ്ലൈൻഡേഴ്സ്, കണ്ണ് കാണാത്തവർ എഴുതാനും വായിക്കാനും യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് ബ്രൈലി സ്ക്രിപ്റ്റ്. ഇൻ ദിസ് സിസ്റ്റം ദ ലെറ്റേഴ്സ് ആർ റെക്കോർഡഡ് ബൈ വേ ഓഫ് പ്രൊജക്റ്റഡ് ഡോട്ട് ഓൺ തിക്ക് പേപ്പർ. കട്ടിയുള്ള പേപ്പറിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. വിച്ച് ക്യാൻ ബി ഫെൽറ്റ് ബൈ ടച്ച്, കൈകൊണ്ട് ടച്ച് ചെയ്തിട്ടാണ് ഇത് അവർ മനസ്സിലാക്കുന്നത്. ദിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ എ ഫ്രഞ്ച് മാൻ നെയ്മഡ് ലൂയിസ് ബ്രൈലി. ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രൈലി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ബ്രൈലി സ്ക്രിപ്റ്റ് എന്ന് പേര് കൊടുത്തത്. അതായത് അദ്ദേഹത്തിൻ്റെ നെയിം കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ബ്ലൈൻഡേഴ്സ് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഏതാ, അല്ലെങ്കിൽ ബ്ലൈൻഡേഴ്സ് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്നത് എന്താണ്.
അപ്പോൾ ബ്രൈലി സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റണം. ഇതാണ് കേട്ടോ ബ്രൈലി സ്ക്രിപ്റ്റ്. നോക്കിയേ, ഇപ്പോൾ നമ്മളെ എ എന്നുള്ള ലെറ്റർ അവർക്ക് ഇതുപോലെ ഈ ഒരു ഇതാണ് ആ കട്ടിയുള്ള പേപ്പറിൽ പ്രൊജക്റ്റ് ചെയ്യുക. ഓരോ ലെറ്ററും ഇതുപോലെയാണ്. അപ്പോൾ ഈ ഓരോ ഡോട്ടുകളും അവർ പൊങ്ങി നിൽക്കുമ്പോൾ അത് കൈകൊണ്ട് ടച്ച് ചെയ്തിട്ട് അവർ മനസ്സിലാക്കും. നെക്സ്റ്റ്, വാട്ട് ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു ഹെൽപ്പ് ദ ബ്ലൈൻഡ്. ഈ കണ്ണ് കാണാത്ത ആളുകളുണ്ട് അല്ലേ, അതായത് അവർക്ക് അപ്പോൾ അവർ എഴുതാനും വായിക്കാനും യൂസ് ചെയ്യുന്നത്, റീഡ് ആൻഡ് റൈറ്റിന് യൂസ് ചെയ്യുന്നത് ബ്രൈലി സ്ക്രിപ്റ്റാണ് നമ്മൾ പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്? വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള വടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കണ്ണ് കാണാത്തവർ ഒരു വടി കുത്തിപ്പിടിച്ചാൽ നടക്കുക, ഈ വടിയാണത് വൈറ്റ് കെയിൻ. ഇനി ബ്രൈലി സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർ എഴുതാനും റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ടാക്റ്റൈൽ വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നമ്പേഴ്സ് ഇല്ല അവിടെ, ആ നമ്പറിന് പകരം പ്രൊജക്റ്റ് ചെയ്തിട്ട്, അതായത് കൈകൊണ്ട് ടച്ച് ചെയ്ത് അറിയാൻ രൂപത്തിലുള്ള വലിയ വലിയ ഡോട്ടുകളായിരിക്കും ഉണ്ടാവുക. ഇനി ടോക്കിംഗ് വാച്ച് പറഞ്ഞാൽ സംസാരിക്കുന്നത്, അവർക്ക് കേൾവി ഉണ്ടാവും. അപ്പോൾ കേൾവി ഉണ്ടാവുമ്പോൾ അവർക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഈ 4 നമ്മളെ ബ്ലൈൻഡേഴ്സ് അവർ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഫെസിലിറ്റീസ്. ഇനി നെക്സ്റ്റ് സ്മാർട്ട് കെയിൻ. നമ്മൾ വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണിത്. അതായത് ഇത് അവരെവിടെ വീഴുന്നത്, മുന്നിലുള്ള തടസ്സങ്ങൾ, അതുപോലെ ബ്ലൂടൂത്ത് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ നമ്മളെ വൈറ്റ് കെയിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് സ്മാർട്ട് കെയിൻ. അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് നോക്കാം. ടു ഫൈൻഡ് ദ വേ, ഇറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. വഴികളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾസ്, അതായത് തടസ്സങ്ങൾ കണ്ടെത്താൻ പറ്റും. അൾട്രാസോണിക് ഓർ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾസ് ഇൻ റിയൽ ടൈം. അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകളൊക്കെ ഉപയോഗിച്ചിട്ട് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാവും. അതായത് ഈ 2 അൾട്രാസോണിക്കും ഇൻഫ്രാറെഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു തത്സമയം ആ സമയത്ത് തന്നെ അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ, കണക്ടിവിറ്റി. സ്മാർട്ട് കെയിൻ ക്യാൻ ബി കണക്റ്റഡ് ത്രൂ ബ്ലൂടൂത്ത് ടു സ്മാർട്ട് ഫോൺ ഓർ അതർ ഡിവൈസസ്. സ്മാർട്ട് കെയിനുകൾ ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ അതുപോലെ മറ്റു ഉപകരണങ്ങളിലേക്കോ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ബ്ലൂടൂത്തൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുന്ന പോലെ. ടു ഐഡൻറ്റിഫൈ ഫോൾസ്, എവിടേക്ക് അവർ വീഴുന്നതെന്ന് അറിയാൻ. ഇറ്റ് പാസസ് ഇൻഫർമേഷൻ ടു ദ കൺസേൺഡ് ഇഫ് ദർ ഈസ് എ ഫോൾ ആൻഡ് ദ ഇൻഡിവിജ്വൽ ഈസ് അണേബിൾ ടു ഗെറ്റ് അപ്പ്. താഴെ വീഴുകയും അതുപോലെ തന്നെ എഴുന്നേൽക്കാൻ കഴിയാതെ വരികയൊക്കെ ചെയ്താൽ നമ്മളെ ബാക്കിയുള്ളവരെ, അതായത് ആ ബന്ധപ്പെട്ടവരെ നമുക്ക് അറിയിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ നമ്മളാണ് കണ്ണ് കാണാത്ത ആളെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് കെയിൻ കൊണ്ടുപോയി നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിനെ, കസിൻസിനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് അറിയിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് റെഡിയാക്കാൻ പറ്റും. അതായത് അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, ഡിഫറെൻറ്റ് ഹാൻഡിൽ ഗ്രിപ്സ്, ഡിഫറെൻറ്റ് സെൻസറി ഫീഡ്ബാക്ക് അറേഞ്ച്മെൻറ്റ്സ്. അതായത് ഇത് നമുക്ക് പിടിക്കുന്ന ഭാഗമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, അതുപോലെ ഇതിൻ്റെ സൈസ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഡാറ്റ കളക്ഷൻ. ദേ ക്യാൻ കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ഡിസ്റ്റൻസ് ട്രാവലഡ്, വാക്കിംഗ് സ്പീഡ്, ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് എക്സെട്ര. നമ്മൾ യാത്ര ചെയ്ത ദൂരം, നമ്മൾ വാക്കിങ്ങിൻ്റെ സ്പീഡ് എത്രയാണ്, അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വൈറ്റ് കെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് തടസ്സങ്ങളൊക്കെ അറിയാം, പക്ഷേ ഇതുപോലെ ഇത്രയും ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് സ്മാർട്ട് കെയിൻ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, എപ്പോഴും എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഐ. നമ്മൾ ഐ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ 8 പോയിൻ്റ് ഉണ്ട്. 8 പഠിക്കണം എന്നൊന്നുമില്ല, അതിലൊരു 4 നിങ്ങൾ പഠിക്കുക. 4 5 മിനിമം പഠിക്കണം. എക്സാമിന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ നോക്കുക. ഡു നോട്ട് റബ് ദ ഐസ്. റബ് മീൻസ് തിരുമ്മുക, കണ്ണുകൾ തിരുമ്മാതിരിക്കുക. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ. കണ്ണിനകത്ത് തൊടാതിരിക്കുക. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റ്. മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഒരുപാട് സമയം മൊബൈലും കമ്പ്യൂട്ടറും TV ഒന്നും കാണാതിരിക്കുക. ഡു നോട്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസഡ് ബൈ അതേഴ്സ്. വേറെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് കർച്ചീഫ്, അവരുപയോഗിച്ച ടവൽ ഉപയോഗിക്കാതിരിക്കുക. റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്, അതായത് വെളിച്ചുള്ള സ്ഥലത്ത് നിന്ന് വായിക്കുക. ഗെറ്റ് ദ ഐസ് ടെസ്റ്റഡ് പീരിയോഡിക്കലി. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാഴ്ചയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾ ഇൻ ദ ഡയറ്റ്. അതായത് ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതൊക്കെ നമ്മളെ ഐ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മളെ കാഴ്ചശക്തി നിലനിർത്താൻ അത് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഐ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻസ് ഓർഗനായിട്ടുള്ള ഐനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ മെയിനായിട്ട് ഐ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ബ്ലൈൻഡേഴ്സ് യൂസ് ചെയ്യാൻ, അതായത് ബ്ലൈൻഡേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ വിഷൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് പറഞ്ഞു, വിഷൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്നെല്ലൻ ചാർട്ട് എന്ന് പറഞ്ഞു. അത്രയാണ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ സെൻസ് ഓർഗനിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്. നമ്മളവിടെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഐസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഈറ്റ് ലീഫി ഗ്രീൻസ്, ഇൻക്ലൂഡ് omega-3 റിച്ച് ഫുഡ്സ്, കൺസ്യൂം സൈട്രസ് ഫ്രൂട്ട് ആൻഡ് ബെറീസ്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സും ബെറീസും അതുപോലെ omega-3 അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ കാഴ്ച പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡ് സെൻസ് ഓർഗനായിട്ടുള്ള ഇയർ ഫോർ ഹിയറിങ്. നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇയർ യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇയർ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷന് നമ്മൾ പറയുന്ന പേരാണ് പിന്ന ചെവിക്കുട എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് പുറത്തുള്ള സൗണ്ടുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇയറിനകത്തേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. നമുക്ക് ബുക്ക് മാറുന്നതിന് മുന്നേ അത് ഫുള്ളായിട്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വാട്ട് ഷുഡ് വി ഡു ഇൻ ദിസ് സിറ്റുവേഷൻ. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളെപ്പോലെ ഒരു മോന്, അവൻ പറയാം, ഓ മൈ ഇയർ ഈസ് ഏക്കിങ്, അയ്യോ എൻ്റെ ചെവി നന്നായിട്ട് വേദനിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അവൻ്റെ അമ്മ എന്താ പറയുന്നത്, മദർ പറയാണ്, കം ലെറ്റ്സ് ഗോ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ. വാ മോനെ നമുക്ക് പോയിട്ട് ഡോക്ടറെ കാണിക്കാം. ബട്ട് ആളെ ഗ്രാൻഡ് ഫാ അവിടെ ഇരിക്കുന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ. ഹിറ്റ് സം ഓയിൽ ആൻഡ് പോർ ഇറ്റ് ഇൻ ടു ദ ഇയർ. അപ്പോൾ നമ്മളെ ഗ്രാൻഡ് ഫാ മോനോട് പറയുകയാണ്, ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട, കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ചെവിയിൽ ഒഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നോർമലി നമ്മളെ വീട്ടിലുള്ള ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ അവരെന്ത് പറയും, അവരടുത്ത് പല റെമഡീസ് ഉണ്ടാവും. ആ റെമഡീസ് ശരിയാവാറൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഒരിക്കലും അത് റിസ്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചൂടുള്ള എണ്ണ ചെവിയിലോട്ട് ഒഴിക്കാനാണ് പറഞ്ഞത്. നമ്മളെ ബോഡിക്ക് അത്രയും ആവശ്യമാണ് നമ്മളെ ഇയർ. അപ്പോൾ ഇയർ ചൂടുള്ള എണ്ണ ഒഴിച്ച് കണ്ട് നമ്മളെ കേൾവി നശിച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാലും അവിടെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുക, ഇസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് അഡ്വൈസ് കറക്റ്റ്. ഗ്രാൻഡ് പാൻ്റെ അഡ്വൈസ് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് കൊടുക്കണം, നോ എന്ന് കൊടുക്കണം. ഇതുപോലെ എന്ത് സിറ്റുവേഷൻ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നോ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് പറയണം, കൺസൾട്ട് ദ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ കേൾവി ചിലപ്പോൾ നശിച്ചു പോകും. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ് ദാറ്റ് ലീഡ്സ് ടു ദ ഹിയറിംഗ് ലോസ്. അതായത് നമ്മളെ സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത സ്വയം ചികിത്സ നമ്മളെ കേൾവിയൊക്കെ നശിക്കാൻ കാരണമാവും. അപ്പോൾ നമുക്ക് നോക്കാം. അത്ര എഴുതിയ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വാട്ട് ഷുഡ് വി ഡു ഇൻ സച്ച് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡോണ്ട് ഫോളോ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വിത്തൗട്ട് എ സയൻറ്റിഫിക് ബേസിസ് വെൻ വി ക്യാൻ ആക്സസ് ദ സർവീസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡയറക്ട്ലി ഓർ ഓവർ ഫോൺ. അതായത് നമുക്കറിയാം നമ്മളെ ഡോക്ടേഴ്സ് ഇതൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് കൺസൾട്ട് ചെയ്യണം. അതിന് പറ്റുന്നില്ലെങ്കിൽ ഫോണിലൂടെയെങ്കിലും അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് യൂസ് ചെയ്യാൻ. യൂസ് മെഡിസിൻസ് ഇൻ ദ ഇയർ ഓൺലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അവർ പറഞ്ഞിട്ട് ആ ഒരു മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. ദിസ് ക്യാൻ ഈവൻ റിലേറ്റഡ് ടു ലോസ് ഓഫ് ഹിയറിംഗ്. നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻറ്റ്, സ്വയം ചികിത്സ എന്താവും, അത് കാരണം നമുക്ക് അപകടം ഉണ്ടാവും. കാരണം നമ്മളെ കേൾവി മൊത്തമായിട്ട് പോകാൻ അത് ഇടവരുത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും കൊടുക്കണ്ട. ഇങ്ങനത്തെ അഡ്വൈസ് ചോദിക്കുമ്പോൾ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നോ എന്ന് കൊടുക്കുക. എന്നിട്ട് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് കൺസൾട്ട് ദ ഡോക്ടർ. പിന്നെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. ദിസ് ക്യാൻ ഈവൻ റിലേറ്റഡ് ടു ലോസ് ഓഫ് ഹിയറിംഗ്. ഇപ്പോൾ കേൾവിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ലോസ് ഓഫ് ഹിയറിംഗ് എന്ന് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ നമ്മളെ കാഴ്ചക്കും എന്തിനായാലും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. അത് നമ്മളെ ഹെൽത്തിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ദി ഇയർ. നമ്മൾ ഇയർ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഡോണ്ട് പുട്ട് എനി ഒബ്ജക്റ്റ് സച്ച് ആസ് പെൻസിൽ, പെൻ, മാച്ച് സ്റ്റിക്ക്, സേഫ്റ്റി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. നമ്മൾ എന്ത് ചെയ്യരുത്, പെന്ന്, പെൻസില്, മാച്ച് സ്റ്റിക്ക്, സേഫ്റ്റി പിന്ന് ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മളെ ചെവിയിൽ ഇടരുത്. ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട് കണ്ടിന്യൂസ്ലി. നല്ല സൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പാടില്ല. നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കില്ല, ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ ഹെഡ്സെറ്റ് സൗണ്ട് കൂട്ടുന്ന സമയത്ത് നമ്മളെ ഫോൺ തന്നെ നമുക്ക് വാർണിംഗ് തരും. അതിലേറെ
കൂട്ടുന്നത് നമ്മളെ ഇയറിന് നല്ലതല്ല എന്നുള്ളത്. അപ്പോൾ നല്ല സൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കരുത്. ഡു നോട്ട് പോർ വാട്ടർ ഓർ അതർ ലിക്വിഡ്സ് ഇൻ ടു ദ ഇയർ. ചെവിയിൽ വെള്ളം അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഒഴിക്കരുത്. ഡോണ്ട് ലെറ്റ് ദ ഇയർ റിസീവ് എനി ബ്ലോ. ചെവിയിലൊരു ആഘാതം ഏൽക്കരുത്. ഇപ്പോൾ നമ്മൾ കളിക്കുന്നൊക്കെ സമയത്താണെങ്കിൽ നമ്മുടെ ചെവിയിലൊക്കെ വേറെയുള്ളവരെ കൈയൊക്കെ തട്ടി അടിക്കൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, കേൾവി നഷ്ടപ്പെടാൻ കാരണമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ ഗോഡ് തന്നിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഓർഗൻസാണിത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിയറിങ് ഫോർ ഇയർ ഫോർ ഹിയറിങ്, നമ്മളെ ചെവി കേൾക്കാനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കേൾവി ഇല്ലാത്ത ആളുകളുണ്ടാവും, അവരെ നമ്മൾ ഡഫ് എന്ന് പറയും, അതായത് ബധിരർ എന്ന് പറയും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഹിയറിംഗ് എയ്ഡ്. എക്സാമിന് ചോദിക്കുന്നതാട്ടോ. ഡഫായിട്ടുള്ള പേഴ്സൺസ്, അതായത് കേൾവി ഇല്ലാത്തവർ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഹിയറിംഗ് എയ്ഡ് ആണ്. ലോസ് ഓഫ് ഹിയറിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു മെനി റീസൺസ്. ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. നമ്മളെ കേൾവി ഇല്ലാത്ത ആളുകൾക്ക് കൃത്രിമമായിട്ട് കേൾവി കൊടുക്കുന്ന ഒരു ഡിവൈസാണ് ഹിയറിംഗ് എയ്ഡ്. പിന്നെ ഒരു സർജറി ചെയ്യും ജന്മനാ കേൾവില്ലാത്തവർക്ക്, അതായത് കോക്ലിയക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യുന്ന സർജറിയാണ് കേട്ടോ ഇത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഈസ് എ സർജറി ടു കറക്റ്റ് എ കൺജൻഷ്യൽ ഹിയറിംഗ് ലോസ്. ദിസ് ഈസ് എ സർജറി ടു ട്രാൻസ്പ്ലാന്റ് ദ കോക്ലിയ ഇൻസൈഡ് ദ ഇയർ. നമ്മളെ ചെവിക്കകത്തുള്ള കോക്ലിയക്ക് കംപ്ലയിൻറ്റ് പറ്റിയാൽ നമുക്ക് കേൾവി ഉണ്ടാവില്ല. അപ്പോൾ കൃത്രിമമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സർജറി ചെയ്തിട്ട് നമ്മളെ കോക്ലിയ മാറ്റി വെക്കും. ആ ഒരു പ്രക്രിയക്കാണ് കോക്ലിയ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ കേൾവി ഇല്ലാത്ത ആളുകൾക്ക് എന്താ യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഹിയറിംഗ് എയ്ഡാണ്, വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെൻസ് ഓർഗൻ ഫിനിഷായി. തേർഡ് വൺ, റെക്കഗ്നൈസിങ് ദ സ്മെൽ നോസ്. അതായത് നമുക്ക് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നോസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൻസ് ഓർഗൻ ഉള്ളതുകൊണ്ടാണ്. വി നീഡ് ദ നോസ് നോട്ട് ജസ്റ്റ് ടു സ്മെൽ ബട്ട് ഓൾസോ ബ്രീത്ത്. എന്താണ്, നമ്മൾക്കറിയാം നമ്മളെ നോസിൻ്റെ ഫങ്ഷൻ എന്താ കരുതുന്നത്, സ്മെല്ലിന് മാത്രമാണ്. സ്മെല്ലിന് മാത്രമല്ല, നമുക്ക് ബ്രീത്ത് ചെയ്യാനും കൂടെ നമ്മളെ നോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോസിൻ്റെ ഫങ്ഷൻ രണ്ടെണ്ണം ഉണ്ട്, സ്മെൽ ആൻഡ് ബ്രീത്ത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോസ് ഓഫ് സ്മെൽ വെൻ യു ഹാവ് എ കോൾഡ്. നമുക്ക് കോൾഡുള്ള ജലദോഷമുള്ള സമയത്ത് നമുക്ക് സ്മെല്ലൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. എന്താണ് അതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. വി ഓൾവേസ് ഫീൽ എ മോയിസ്റ്റ് ഇൻസൈഡ് അവർ നോസ്. നമ്മുടെ മൂക്കിനകത്തൊരു ഈർപ്പം നോർമലി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ദ റീസൺ ഫോർ ദിസ് ഈസ് ദ സിക്രീഷൻ ഇൻ ദ നോസ്. The function of this secretion is to remove the dust particles and pathogens getting inside the nose. അപ്പോൾ ആ ഒരു നോസിലുള്ള ആ ഒരു ഈർപ്പം എന്ന് പറയുന്നത് പുറത്തുള്ള പൊടിപടലങ്ങൾ അതുപോലെ അണുക്കളൊക്കെ നമ്മളെ മൂക്കിലേക്ക് കയറാറുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോയ്സ്ചർ, ആ ഒരു ഈർപ്പമുള്ളത്. ദ കോൾഡ് ഈസ് എ കണ്ടീഷൻ. നമ്മളെ കോൾഡ്, ജലദോഷം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എന്തവസ്ഥയാണ്? വെൻ ദിസ് സിക്രീഷൻ ഈസ് പ്രൊഡ്യൂസഡ് ഇൻ ദ എക്സസ്. നോർമലി എന്തുണ്ടാവും, നമ്മളെ നോസിലൊരു ചെറിയൊരു മോയ്സ്ചർ, ഒരു ഈർപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ, അത് എക്സസ് ചെയ്യുക, ആ ഒരു സിക്രീഷനെ എക്സസ് ചെയ്യുക, അത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു അതിനെയാണ് നമ്മൾ കോൾഡ് എന്ന് പറയുന്നത്. വെൻ ദർ ഈസ് എ വൈറസ് ഇൻഫെക്ഷൻ, അതൊരു വൈറസ് ഇൻഫെക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ മൂക്കുമായി അടച്ചു വെക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ തുമ്മുന്ന സമയത്ത് ആ വൈറസ് സ്പ്രെഡാവും, അത് വേറെ ലെവലിലേക്ക് എത്തിയിട്ട് അവർക്ക് അസുഖം ഉണ്ടാവും. വെൻ സിക്രീഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എക്സസ് ദ ഓഡർ പാർട്ടിക്കിൾ വിൽ നോട്ട് റീച്ച് ദ സെൽസ് ദാറ്റ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ദ സ്മെൽ. ദാറ്റ് ഈസ് വൈ വി ഡോണ്ട് റെക്കഗ്നൈസ് സ്മെല്ല്. അതായത് ആ കോൾഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മൂക്കടയും, അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ നോസിൽ ഓൾറെഡി ഉള്ള ആ സിക്രീഷന് അത് ഇൻക്രീസ് ചെയ്യുക, അത് എക്സസ് ചെയ്യുക, അത് എക്സസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതുപോലെ കോൾഡ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. അത് അവിടെ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മളെ നോസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം. വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ടു പ്രൊട്ടക്റ്റ് ദ നോസ്. നോസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഡു നോട്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ്. നമ്മുടെ മൂക്കിനകത്തേക്ക് ഒരു ഒബ്ജക്റ്റുകളും ഇടരുത്. ഇയറിന് സെയിം പ്രൊട്ടക്ഷൻ മെത്തേഡ് ഉണ്ട് അല്ലേ. എന്താണ്, ഡോണ്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ ഇയർ എന്ന് കൊടുത്താൽ മതി. ഈ നോസിലുള്ളടത്ത് ഇയർ ആക്കിയാൽ മതി, രണ്ടും സെയിം ആണ്. ആ പേരിന് മാത്രം മാറ്റിയാൽ മതി. മൂക്കിനകത്തേക്ക് ഇടരുത്, അതുപോലെ ചെവിക്കകത്തേക്കൊന്നും ഇടരുത്. ഡോണ്ട് ബ്ലോ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി. ബലത്തിൽ നമ്മളെ മൂക്കിൽ അടിക്കരുത്. അവോയ്ഡ് സ്മോക്ക് ഫ്രം സിഗരറ്റ്. സിഗരറ്റിൽ നിന്നുള്ള പുക നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ഷാർപ്പ് സ്മെല്ല്, നല്ല കുത്തുന്ന സ്മെല്ല്, ഷാർപ്പായിട്ടുള്ള കുത്തുന്ന സ്മെല്ല് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ നോസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മൂന്നാമത്തേതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സിക്രീഷൻ പാർട്ടിക്കിൾ ഫ്രം ദ നോസ് ആൻഡ് മൗത്ത് ആർ ലൈക്ലി ടു ഫോൾ ഓൺ അതർ പീപ്പിൾസ് ബോഡീസ് വൈൽ വി സ്നീസ് ഓർ കഫ്. വാട്ട് ഷുഡ് വി ഡൺ ടു അവോയ്ഡ് ദിസ്. അതായത് നമ്മളെ തുമ്മുമ്പോൾ സ്നീസ് ഓർ കഫ്
തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ഓൾറെഡി പറഞ്ഞു അതൊരു കോൾഡ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ആവും. നമ്മൾ എന്ത് ചെയ്യണം? കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് ക്ലീൻ ഹാൻഡ് കർച്ചീഫ്. ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് ടവൽ വെച്ചിട്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കണം. ഡോണ്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. വേറെല്ലാവർ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യരുത്. ഡിസ്പോസ് ഓഫ് യൂസ്ഡ് ടിഷ്യൂ പ്രോപ്പർലി. നമ്മൾ ഉപയോഗിച്ച ടിഷ്യൂ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി. നമ്മളെ കൈ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണം. വിയർ എ മാസ്ക് ധരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വേറെ കഫ് ഓർ സ്നീസ്, നമ്മുടെ ജലദോഷം ചുമയൊന്നും വേറെ എല്ലാവരിലേക്ക് എത്തില്ല. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ 3 സെൻസ് ഓർഗൻ നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. ഇനി 2 എണ്ണം കൂടെ നമുക്കുണ്ട്. അപ്പോൾ 4മത്തേതാണ് ടേസ്റ്റ് ഫോർ ടങ്. അതായത് ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടങ്ങാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 4 ടേസ്റ്റുകൾ പഠിക്കാനുണ്ട്. ടങ് മാപ്പ്, ബിറ്റർ, ഇവിടെയാണ് ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവുക. സോർ, പുളി, ഈ 2 സൈഡിൽ സ്വീറ്റ് ഇവിടെ, അതുപോലെ സോൾട്ടി ഈ 2 സൈഡിൽ, അവിടെയാണ് അത് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഈ 4 ടൈപ്പ് ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യലും മസ്റ്റാണ്. ആ നെയിം 4 എണ്ണത്തിൻ്റെതും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 4 എണ്ണം അറിഞ്ഞാലേ നമുക്ക് ചില ഫുഡ് ഐറ്റംസ് തരും, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഇതുപോലെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് വൺ ഫുഡ് ടേസ്റ്റ്. ലൈം പിക്കിൾ, നാരങ്ങാച്ചാർ, സോർ പുളിയാണ്. റൈപ്പ് മാംഗോ, പഴുത്ത മാങ്ങ, സ്വീറ്റ് ടേസ്റ്റാണ്, മധുരമാണ്. ബിറ്റർ ഗാർഡ് കറി, ബിറ്റർ കയ്പ്പാണ്. ബിറ്റർ ഗാർഡ് കറി എന്ന് പറഞ്ഞാൽ കയ്പ്പക്കൻ്റെ കറി, അത് ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. സോൾട്ട് ലൈം, നമ്മളെ നാരങ്ങ വെള്ളം ഉപ്പിട്ടത്, അത് സോൾട്ടി ടേസ്റ്റാണ്. അപ്പോൾ ഈ 4 ടേസ്റ്റ് അറിയണം, എന്നാലേ ഇതുപോലെ ഏത് ഫുഡ് ഐറ്റം തന്നാലും നമുക്കതിൻ്റെ ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ടേസ്റ്റുകൾ 4 എണ്ണം അറിയൽ. ഇനി ഫങ്ഷൻസ് ഓഫ് ടങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്: ടോക്കിംഗ്, സംസാരിക്കാൻ; ചൂയിങ് ആൻഡ് സ്വെല്ലോയിങ്; ക്ലീയിങ് ദ മൗത്ത്; ഡിറ്റക്റ്റിംഗ് ദ ടെക്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ. നമുക്ക് സംസാരിക്കാൻ, അതുപോലെ ചവച്ചരച്ചിട്ടൊക്കെ കഴിക്കാൻ, നമ്മളെ മൗത്ത് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ടങ് ആവശ്യമാണ്. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ടങ്. നമ്മുടെ ടങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. നല്ല ചൂടുള്ളതും നല്ല തണുപ്പുള്ളതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കരുത്. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി പ്ലേയിങ് ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. അതായത് നാവ് വടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല ഫോഴ്സോട് കൂടിയിട്ട്, നല്ല ബലത്തോട് കൂടിയിട്ട് ടങ് ക്ലീൻ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് സ്കിൻ ഫോർ ടച്ച്. ദ സ്കിൻ ഈസ് ദ ഓർഗൻ ദാറ്റ് ഹെൽപ്പ് us ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് ബൈ ടച്ച്. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ഉറുമ്പ് പോയാൽ, അല്ലെങ്കിൽ നമ്മളൊരാളെ തൊട്ടാലൊക്കെ നമുക്കറിയുന്നത് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള സെൻസ് ഓർഗന് ഇല്ലോണ്ടാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് us ടു ഫീൽ സെൻസേഷൻ ലൈക്ക് ഹോട്ട് ആൻഡ് കോൾഡ്. ചൂടും തണുപ്പൊക്കെ അറിയുന്നത് സ്കിൻ ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ബോഡി. സ്കിന്ന് നമ്മളെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ബോഡി മൊത്തം കവർ ചെയ്തിട്ട് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദ സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മളെ സ്കിന്ന് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ. ഇറ്റ് പ്രിവെൻറ്റ് പാത്തജൻ ഫ്രം എൻറ്ററിങ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലോട്ട് പാത്തജൻസിന്, അണുക്കളൊക്കെ വരുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ സ്കിൻ ഹാസ് എ റോൾ ഇൻ കൺട്രോളിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റസ് ത്രോ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്. നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകളൊക്കെ വിയർപ്പിലൂടെ പുറന്തള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഹോട്ടും കോൾഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നമ്മളെ വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകൾ പുറന്തള്ളുന്നുണ്ട്. ഇനി നമ്മളെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം. പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ. വി ഷുഡ് കീപ്പ് ദ സ്കിൻ ക്ലീൻ. നമ്മുടെ സ്കിൻ എന്ത് ചെയ്യണം? നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ. ധാരാളം വെള്ളം കുടിക്കണം. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കിന്ന്. നമ്മളെ ഫുഡിൽ നമ്മൾ വെജിറ്റബിൾസും ഇലവർഗ്ഗങ്ങളും ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മളെ 7ാമത്തെ പാഠം. അപ്പോൾ ഈ ഒരു പാഠം സിമ്പിളാണ്. നമ്മളെ ബോഡിയിലുള്ള 5 ഓർഗനെ പറ്റിയിട്ട്, ആ ഓർഗന് എന്തിന് യൂസ് ചെയ്യുന്നു, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം 5 സെൻസ് ഓർഗൻ, അതിൻ്റെ യൂസസും പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോന്നും പഠിക്കുക. പിന്നെ അവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണ് കാണാത്ത ബ്ലൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്, അതുപോലെ കേൾവിയില്ലാത്ത ആളുകൾ, ബധിരർ, അവർ യൂസ് ചെയ്യുന്നത് എന്താണ്, അത് മാത്രമുള്ള എക്സ്ട്രാ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ടേസ്റ്റിൻ്റെ 4 ടൈപ്പ് ടേസ്റ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കുക. ഇത്ര മാത്രമാണ് നമ്മളെ ഈ 7ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റർ സിമ്പിളാണ്. ഈ 5 സെൻസ് ഓർഗൻ പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് അതൊന്നും എല്ലാം അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫിനിഷ് ചെയ്യാം.